എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം, എന്നും സ്പെഷ്യൽ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കാട്ടി സ്പെഷ്യൽ ഐറ്റം, ഇന്ന് വരെ കഴിക്കാത്ത ഒരു വിഭവമാണ് കേട്ടോ. അതായത് ചിക്കൻ ഉണ്ണിയപ്പം. ചിക്കൻ ഉണ്ണിയപ്പം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ചിക്കൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, മൈദാമാവ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, വേവിച്ച് വയ്ക്കണേ. പിന്നെ പൊടിയായിട്ടരിഞ്ഞ് സവാള, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ചെറിയ ജീരകം, പിന്നെ ചിക്കൻ വേവിച്ച വെള്ളമാണ്, ഇളം ചൂടുവെള്ളം കേട്ടോ. അത് കളയരുത്, മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ബേക്കിംഗ് സോഡയും കൂടെ ശകലം ഇടും. ആദ്യമേ നമുക്ക് ഈ ചിക്കൻ മാംസം മാത്രം എടുക്കണം, എല്ല് കളഞ്ഞിട്ട്. എല്ല് കാണരുത്, എല്ല് തപ്പി നോക്കണം കേട്ടോ. എല്ലൊക്കെ ഊരി മാറ്റണം, കണ്ടില്ലേ. ചിക്കൻ മാത്രം എടുക്കണം. ഇങ്ങനെ എല്ലാം എടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു വരണം കേട്ടോ. അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ, കാരണം കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കണക്കൊക്കെ ആവശ്യാനുസരണം ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പം എന്താ എല്ലൊക്കെ ഞാനങ്ങ് കളഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് ഗരം മസാല 1 സ്പൂൺ, 1/2 സ്പൂൺ കുരുമുളക്, ഇത് ഇത്ര ഇട്ട്, ഉപ്പ് ഇട്ട് വേവിച്ചായതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടണ്ട, കലക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് വയ്ക്കും. കണ്ടില്ലേ, ഉണ്ണിയപ്പത്തിനുള്ള മസാല ഞാൻ ഇത് മസാലയൊക്കെ ചേർത്ത് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മൈദാമാവ് എടുക്കുക, അതിലോട്ട് ചിക്കൻ ഇടുക, ശകല ഉപ്പ്, ബേക്കിംഗ് സോഡ ശകലം, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ടരിഞ്ഞ സവാള, ചെറിയ ജീരകം. ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെ ചിക്കൻ ഉണ്ണിയപ്പത്തിനുള്ള സാധനങ്ങളെല്ലാം ഇട്ടു നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ചിക്കൻ വേവിച്ച അതേ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഇനി നമ്മളതിൽ ചേർക്കാൻ വന്നത് ചിക്കൻ മസാല 1 സ്പൂൺ, ചെറിയ സ്പൂൺ, എല്ലാം കൂടെ നല്ലോണം ഇളക്കുക. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഇത് ഉണ്ടാക്കി വേണം. ചിക്കൻ ഉണ്ണിയപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ ഒന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് ഇവിടെ വെച്ചേക്കാം കേട്ടോ, അടച്ചു വെച്ചേക്കാം. എണ്ണ അപ്പോഴത്തേക്ക് ചട്ടി വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാവെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. ഇത് എണ്ണയൊക്കെ തളിച്ചിട്ടുണ്ട്, നമുക്ക് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. പച്ചമുളകിൻ്റെ എരിയേ ഉള്ളു, പിന്നെ ചിക്കൻ മസാലയുടെ എരിയും കാണും.
അപ്പോൾ എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് എണ്ണ മതി കേട്ടോ. ശകലമാകുമ്പോൾ സാധാരണ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന അത്രയും എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിത് തിരിച്ചിടാം. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ഇടുന്ന എനിക്ക് ലൈക്ക് ഷെയർ ഒക്കെ തരണം. ഇതേ കണക്ക് ഇതൊക്കെ മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. ഇതൊക്കെ നല്ല രസമല്ലേ. കുട്ടികൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. കുറച്ച് ചിക്കൻ മതി. എനിക്ക് എണ്ണ തെറിക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പതുക്കെ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ കാര്യമില്ല. കാരണം ഈ ചട്ടി അടുപ്പിൽ നിന്ന് തെന്നിപ്പോവും. അപ്പോൾ നമുക്ക് എണ്ണയെല്ലാം കൂടെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സൂക്ഷിച്ച് എടുക്കുന്നത്. അതേപോലെ നിങ്ങളും അതേപോലെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. എന്താ ഭംഗി കാണാനല്ലേ, നല്ല രസമല്ലേ. കഴിക്കാനും അതേപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ണിയപ്പം ചെയ്ത് കണ്ടിട്ടില്ല എന്ന് പറയുന്നവർ ഇപ്പം തന്നെ കണ്ടോ. നാളെ തന്നെ ഇത് ചിക്കൻ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് എടുക്കാം. കണ്ടില്ലേ എന്ത് രസമുണ്ട്. അടുത്തത് നമുക്ക് കോരി ഒഴിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തീർന്നു. ഒഴിഞ്ഞ് പാത്രം ഒഴിഞ്ഞു.